നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവച്ചതിനെതിരെ CPI കേരളത്തിൽ വൻ കോലാഹലം സൃഷ്ടിക്കുകയാണ്. എന്നാൽ ഈ കോലാഹലമെല്ലാം ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് മാത്രമാണ്. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവയ്ക്കുന്ന കാര്യം ഏറെക്കുറെ LDFിലെ ഘടകകക്ഷി നേതാക്കൾക്കെല്ലാം അറിയാമായിരുന്നു എന്ന സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് പിണറായി വിജയൻ ഇത്ര കരുത്തോടെ മുന്നോട്ട് പോയി PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കാനുള്ള തീരുമാനം എടുത്തത്. CPI ഒരു പൊട്ടിത്തെറി ഉണ്ടാക്കുമെന്നുള്ള കാര്യവും പിണറായി വിജയന് അറിയാമായിരുന്നു. CPIയെ എങ്ങനെ ചരടിൽ കെട്ടിക്കൊണ്ട് ചാടിക്കളിക്കണ കുഞ്ഞിരാമ എന്ന് പറഞ്ഞ് ഡാൻസ് ചെയ്യിപ്പിക്കാൻ പിണറായിക്ക് വളരെ കൃത്യമായി തന്നെ അറിയാം. അത് കാനം രാജേന്ദ്രന്റെ കാലത്തും ബിനോയ് വിശ്വത്തിന്റെ കാലത്തും പിണറായി വിജയൻ കൃത്യവും വ്യക്തമായ രീതിയിൽ CPIയെ ഇങ്ങനെ ചാടിക്കളിപ്പിച്ചിരുന്നു. PM ശ്രീ പദ്ധതിക്കെതിരെ ഇപ്പോൾ CPI പൊട്ടിത്തെറിക്കും, മന്ത്രിമാരെ പിൻവലിക്കും എന്നൊക്കെയുള്ള ഭീഷണി ആദ്യം ഉയർത്തിയെങ്കിലും പിണറായി വിജയൻ അതൊന്നും മൈൻഡ് ചെയ്യാൻ തയ്യാറായില്ല. കാരണം ഇക്കാര്യത്തിൽ CPI എതിർപ്പ് ഉയർത്തുമെന്ന് പിണറായിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പദ്ധതിയിൽ ഒപ്പിടാൻ സെക്രട്ടറിയെ അങ്ങ് ഡൽഹിയിലേക്ക് അയച്ചത്. പിണറായി വിജയന്റെ ഡൽഹി സന്ദർശനത്തിൽ തന്നെ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടും എന്ന് ഉള്ള സൂചന അദ്ദേഹം കേന്ദ്ര സർക്കാരിന് നൽകിയിരുന്നു. അതേ സൂചന തന്നെ കേരളത്തിലെ ഘടകകക്ഷി നേതാക്കൾക്കും ലഭിച്ചിരുന്നു. വിനയ് വിശ്വത്തിനെ പോലുള്ള ആളുകൾക്കെല്ലാം അറിയാമായിരുന്നു ഇത്തരത്തിൽ സംഭവിക്കുമെന്ന്. എന്നാൽ പിടിച്ചു നിൽക്കുക അല്ലെങ്കിൽ രാഷ്ട്രീയമായി അതിജീവിക്കുക എന്ന ദൗത്യം മുന്നിൽ വരുമ്പോൾ പിന്നെ സ്വയം ഒന്ന് പൊട്ടിത്തെറിക്കാതെ നിവർത്തിയില്ലല്ലോ. എന്നാൽ അവർ കുറച്ച് പൊട്ടിത്തെറിച്ചോട്ടെ എന്ന് പിണറായി വിജയനും വിചാരിച്ചു. പിണറായി വിജയനെ കണ്ട് കൃത്യമായി തങ്ങളുടെ പ്രതിഷേധം, എതിർപ്പ് അറിയിക്കുമെന്ന് ബിനോയ് വിശ്വം പറയുന്നുണ്ടെങ്കിലും അങ്ങനെ എതിർപ്പ് അറിയിച്ച് കടുപ്പത്തിൽ ഒരു ചായയും കുടിച്ച് പിരിയുകയല്ലാതെ വേറെ മാർഗമൊന്നും CPIയുടെ മുന്നിലില്ല. കാരണം CPI പോയാൽ അടുത്ത തവണ CPM മത്സരിക്കാൻ പോകുന്നത് ലീഗിനൊപ്പമായിരിക്കും. 2026 തെരഞ്ഞെടുപ്പിൽ ഈ പേരും പറഞ്ഞ് CPI ഇടതുമുന്നണി വിട്ടാൽ മുസ്ലിം ലീഗ് നിഷ്പ്രയാസം ഇപ്പുറത്തേക്ക് പോരും, അല്ലെങ്കിൽ പിണറായി വിജയൻ മുസ്ലിം ലീഗിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരും. അതിനുള്ള പണിയും പിണറായി വിജയന് നന്നായി അറിയാം. ഇത് മനസ്സിലാക്കിയ ലീഗ് കൃത്യമായ ചില ഓപ്പറേഷൻസ് അപ്പുറത്ത് നടത്തുകയും ചെയ്തു. ഇതോടുകൂടി CPI വിരണ്ടുപോയി. ബിനോയ് വിശ്വത്തിനൊന്നും പിണറായിയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാനുള്ള ശക്തിയില്ലാന്നത് കേരളത്തിലെ ഞങ്ങൾക്കറിയാം. കാരണം അദ്ദേഹമൊക്കെ താരതമ്യേന വളരെ ജൂനിയറായ ആളാണ് പിണറായിയെ അപേക്ഷിച്ച് നോക്കുന്നത്. നേരത്തെ CK ചന്ദ്രപ്പനെ പോലെയോ അല്ലെങ്കിൽ വിളിയം ഭാർഗവനെ പോലെയുള്ള കരുത്തരായ നേതാക്കൾക്ക് പിണറായി വിജയനെ വെല്ലുവിളിക്കാനും അദ്ദേഹത്തെ പറഞ്ഞെടുത്ത് കൊണ്ടുവരാനും ഒക്കെ സാധിച്ചിരുന്നു. എന്നാൽ കാനം രാജേന്ദ്രന് ശേഷം ബിനോയ് വിശ്വം വന്നതോടുകൂടി തന്നെ കളി മാറി. അദ്ദേഹം ഒരു പിണറായി അടിമയാണ്, അല്ലെങ്കിൽ ഒരു അടിമക്കമ്മി എന്ന് തന്നെ വിളിക്കുന്ന രീതി അവസ്ഥയിലേക്ക് താന്നുപോയി എന്നാണ് പല CPI നേതാക്കളും അവരുടെ കമ്മിറ്റി യോഗങ്ങളിൽ അഭിപ്രായപ്പെടുന്നത്. ഏതായാലും ഈ PM ശ്രീ ഒപ്പുവെച്ചതിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. CPIയുടെ മനരോധനമെല്ലാം ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി അവസാനിക്കും. ഇതൊന്നും പിണറായി വിജയൻ മൈൻഡ് ചെയ്യുക പോലുമില്ല എന്ന് ഏറ്റവും നന്നായി അറിയാവുന്നത് CPI നേതാക്കൾ തന്നെയാണ്. അതുകൊണ്ടാണ് രാജിവെക്കുന്ന പരിപാടി എന്ന് ഞങ്ങളോട് പറയേണ്ടത് ചിഞ്ചുറാണിയും പ്രസാദും ഒക്കെ പറഞ്ഞത്. കാരണം ആകെ ഇനി 6 മാസം കൂടെ ഉള്ളൂ, വെറുതെ രാജിവെച്ച് ആ മന്ത്രി പദവി എന്തിനു കളയണമെന്നാണ് അവർ ചോദിച്ചത്. അതുകൊണ്ട് പിണറായി വിജയന്റെ മുന്നിൽ സാഷ്ടാംഗം വീഴേണ്ടി വരും ഇക്കാര്യത്തിൽ നിന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് CPI പൊട്ടിത്തെറികളെല്ലാം നടത്തിയത്. എന്ന് വെച്ചാൽ ഇതൊരു തിരക്കഥ മാത്രമായിരുന്നു. CPIയും CPMും പിണറായി വിജയൻ നമ്മുടെ തിരക്കഥ മാത്രമായിരുന്നു. ഈ PM ശ്രീയിലെ എതിർപ്പൊന്നും പിണറായി വിജയനെ കണ്ടുകഴിയുമ്പോൾ ഈ എതിർപ്പെല്ലാം ആവിയായി ഒരു കടുപ്പത്തിൽ ഒരു ചായയും കുടിച്ചവർ പിരിയുമെന്നും CPMിലെയും ഇടതുമുന്നണിയിലെയും എല്ലാ ഘടകകക്ഷി നേതാക്കൾക്കും അറിയാമായിരുന്നു. നടന്നത് വെറും തിരക്കഥാ നാടകം മാത്രം.